ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ കാട്ടാളം കണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻ്റണി വർഗീസ് പെപ്പെ നായകനായിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. സിനിമയുടെ സംവിധായകൻ പോൾ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതുമുഖ സംവിധായകനാണ്. സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. സിനിമ തുടങ്ങി ആദ്യ 1 മണിക്കൂർ നമുക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്ന രീതിയിൽ സിനിമ കൊണ്ടുപോയതാണ്. എന്നിട്ടും സിനിമ സെക്കൻഡ് ഹാഫ് വളരെ മോശമായ രീതിയിൽ സംവിധാനം ചെയ്ത് ആ സിനിമയുടെ ക്വാളിറ്റി അദ്ദേഹം നഷ്ടപ്പെടുത്തി. സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പോസിറ്റീവ് രവി ബാസോ എന്ന സംഗീത സംവിധായകൻ്റെ അതിഗംഭീരമായ മ്യൂസിക്കാണ്. അതിഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രവി ബാസോ പൊളിച്ചടക്കിയിട്ടുണ്ട്, അതിഗംഭീരം. പിന്നെ അത്യാവശ്യം കട്ട്സും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ കൊറിയോഗ്രഫി അത്യാവശ്യം നല്ലതായിരുന്നു. ഒരു സോങ് ഉണ്ട്, അതും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ സിനിമയിലെ ആനേനെ കൊല്ലുന്നതിനുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് സിനിമയുടെ പോസിറ്റീവ്സ്. ഇനി നെഗറ്റീവ് വശങ്ങളിലേക്ക് കിടക്കാം. സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. വളരെ മോശമായിട്ടുള്ള കാസ്റ്റിംഗ് രീതിയാണ് ഈ സിനിമയിൽ എടുത്തേക്കുന്നത്. ഇതിൽ അഭിനയിച്ച നായകനാണെങ്കിലും വില്ലനാണെങ്കിലും ഒരു സ്വാഗോ ഒരു ഇമോഷണൽ കണക്ഷനോ നമുക്ക് തരുന്നില്ല. ഇതിൽ 2 ഫേമസ് ആയിട്ടുള്ള വില്ലന്മാരാണുള്ളത്. ഒപ്പം തന്നെ നമ്മുടെ നായകനായിട്ട് ആൻ്റണി വർഗീസ് പെപ്പെ വരുന്നുണ്ട്, പിന്നെ ജഗദീഷ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാസ്റ്റിങ്ങൊക്കെ ഉണ്ട്. പക്ഷേ ഇവരാരും നല്ല രീതിയിൽ അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ മോശം രീതിയിലാണ് അഭിനയിച്ചേക്കണതും ഒരു സ്വാഗും ഇല്ലാത്ത രീതിയിലാണ് സിനിമ പോകുന്നത്. മാർക്കോ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ ചെയ്ത ഒരു രീതിയാണ് ആൻ്റണി വർഗീസ് പെപ്പെ ഈ സിനിമയിൽ ചെയ്യാൻ നോക്കിയത്. എന്നാൽ അത് പരിതാപകരമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ക്യാരക്ടർ ഹോൾഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ആൻ്റണി വർഗീസ് പെപ്പയ്ക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അത്രയും ഒരു ഹെവി ആയിട്ടുള്ള ക്യാരക്ടർ ആ ഒരു സ്വാഗ് ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ആ ക്യാരക്ടറായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. വില്ലന്മാർ ഇത്രയും ഫേമസ് ആയിട്ടുള്ള വില്ലന്മാരും 2 ശക്തരായിട്ടുള്ള വില്ലന്മാരായിട്ട് പോലും അവർ ചെയ്യുന്ന വയലൻസോ കാര്യങ്ങളൊന്നും നമ്മളതിനെ ബാധിക്കുന്ന രീതിയിൽ എനിക്കൊന്നും തോന്നിയില്ല. അവർ ചെയ്യുന്ന കുറേ വയലൻസ് രംഗങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നമ്മളായിട്ട് ഇമോഷണലി ഒന്നും കണക്റ്റായില്ല. പിന്നെ ഈ സിനിമയിൽ കൊടുത്ത കഥാപാത്രങ്ങൾ ആരാണ് എന്താണ്, ആ ക്യാരക്ടേഴ്സിനൊന്നും ഒരു ഡെപ്തും ഇല്ല, അവർക്കൊന്നും പ്രത്യേക ഒരു ഡെഫിനേഷനും ഇല്ല. പെട്ടെന്നൊരു കഥാപാത്രങ്ങൾ വരുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, പോകുന്നു എന്നല്ലാണ്ട് ആ കഥാപാത്രങ്ങളായിട്ട് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യണില്ല. പിന്നെ സംവിധാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റോറി പക്കാ മോശം സ്റ്റോറി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി മാത്രമാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് സംവിധായകന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നിട്ടും അദ്ദേഹം ആദ്യത്തെ 1 മണിക്കൂർ നല്ല രീതിയിൽ സംവിധാനം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ എൻഡിനോട് അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാനം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ രവി ബാസുറിൻ്റെ മ്യൂസിക് കാരണം മാത്രമാണ് നമുക്ക് ആ സിനിമയോട് എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നിയത്. അത്രയും ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കായിരുന്നു രവി ബാസുർ ഈ സിനിമയിൽ കാഴ്ചവെച്ചേക്കണത്. സിനിമയിൽ 1-2 ക്യാമിയോ വരുന്നുണ്ട്. സിദ്ദിഖിൻ്റെ ഒരു ക്യാമിയോ വരുന്നുണ്ട്. ബാക്കി 1-2 സംവിധായകന്മാരുടെയും ക്യാമിയോ വരുന്നുണ്ട്. അവരൊക്കെ നന്നായിട്ടുണ്ട്. അവർക്കൊക്കെ പക്ഷേ ഒരു 10 സെക്കൻഡ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മാത്രമാണ് അവർക്കൊക്കെ ആകെ ഡയലോഗും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവരൊക്കെ നന്നായിട്ടുണ്ട്, അവരുടെ റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മാർക്കോ യൂണിവേഴ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കണക്ഷൻ വരുമെന്ന് കണ്ടറിയണം. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇത്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കണ്ട് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുക. ഈ സിനിമയ്ക്ക് ഞാൻ 10ൽ ഒരു 5 മാർക്ക് കൊടുക്കും.